രാവിലെ ഉറക്കം എണീറ്റ് ഉടനെ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്ന് ചാടിയിരിക്കുക ഞാൻ. സംഗതി വേറൊന്നും കൊണ്ടല്ല, ഇന്നലെ രാത്രിയിൽ ഉറക്കത്തിൽ മൊത്തം ഞാൻ ആലോചിച്ചോണ്ടിരുന്നു. ഞാൻ ശരിക്കും ഉറങ്ങിയോന്ന് തന്നെ എനിക്ക് ഡൗട്ടാണ്. കാരണം ഇന്നലത്തെ ബിഗ് ബോസ് എപ്പിസോഡ് കണ്ടതിന് ശേഷം ഞാൻ അതിനകത്ത് ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് സ്ട്രൈക്കായി. ഇന്നലെ അപ്പോൾ ആ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞാൻ ആ ഒരു കാര്യം പറയേണ്ടതായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു വീഡിയോയുടെ ലെങ്ത് അത്യാവശ്യം കൂടിയത് കൊണ്ടും കുറെ കാര്യങ്ങൾ ഇന്ന് സംസാരിച്ചുകൊണ്ട് ഞാൻ ഈ മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ഞാൻ വിട്ടുപോയി. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ രാത്രി ഫുള്ള് കിടന്നപ്പോൾ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചത് പിന്നെ രാവിലെ ഈ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് പറയാം. കാരണം അതുകൊണ്ട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു എനിക്ക് ആ ഒരു വിഷയത്തെ പറ്റി. സംഗതി വേറൊന്നുമല്ല, നിങ്ങൾ തമ്മിൽ കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ സായ് സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന വ്യക്തിയെ പറ്റി. ആ വ്യക്തിയെ പറ്റി എനിക്ക് പറയാൻ തോന്നി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ ഇന്നലത്തെ ഒരു ഇൻസിഡന്റ് ഞാൻ പറയാം. ഇന്നലെ ഒരു ഗെയിം ഉണ്ടായിരുന്നു, മറ്റേ സീലടിക്കുന്ന ഒരു ഗെയിം. അപ്പം ഒരു ടാസ്ക് ആയിരുന്നു. അപ്പൊ ഈ ടാസ്കിനകത്ത് എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല. ലാസ്റ്റ് ഈ ഗെയിമിന്റെ ഈ ഒരു ടാസ്ക് എൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സായി, അബി, അതുപോലെ അർജുൻ, ഇവര് 3 പേര് മാത്രമേ ഉള്ളൂ ആ ഒരു ഗെയിം പ്ലേ നടക്കുന്ന ആ ഒരു സ്ഥലത്ത്. ബാക്കി എല്ലാവരും ഔട്ടായി പോയി. അപ്പൊ ഇവര് 3 പേരും ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സായിയും അതുപോലെ തന്നെ അബിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ സീലടിക്കുന്നത്. അപ്പം ആരും അങ്ങോട്ട് ഇറങ്ങുന്നില്ല. കാരണം ഇറങ്ങി ഇവരിൽ 3 പേര് ആരെങ്കിലും ഒരാൾ ഇറങ്ങി അപ്പുറത്തെ ആളുടെ മറ്റേ ബോക്സിൽ പോയി സീലടിച്ച്, ഈ ബോർഡിൽ പോയി സീലടിക്കുമ്പോൾ മാത്രമാണ് അപ്പൊ ഒരു ഗെയിം വരത്തുള്ളൂ. അപ്പൊ ഈ ഗെയിം ഈ ഒരു സീലടിക്കുമ്പോഴത്തേക്ക് അവിടെ നിൽക്കുന്ന ആൾ ആരുടെ മറ്റേ ബോർഡാണോ അയാൾ സീലടിക്കാൻ സമ്മതിക്കരുത്. അങ്ങനെയാണ് അത് എന്റർടൈനിങ് ആവുന്നത്. ഇന്നലെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മളെ ജിൻഡോയും അബിയും തമ്മിൽ ഒരു ഞാൻ വിചാരിച്ച് ഇടിയാവുമെന്ന് ഈ ഒരു സീലടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സാധനമൊക്കെ കാണുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോഴത്തേക്ക് പ്രേക്ഷകർക്ക് അതൊരു എന്റർടൈനിങ് ആണ്. സത്യം പറഞ്ഞാൽ അടി ഉണ്ടാവുന്നതല്ല എന്റർടൈനിങ്. പക്ഷെ അങ്ങനെ ഒരു ഗെയിം കാണുമ്പോഴത്തേക്ക് ഈ ഒരു ഗെയിമിന്റെ ഇന്നലെ ലാസ്റ്റ് എത്തിയപ്പോഴത്തേക്ക് ഈ സായി അബിയും കൂടെ സായി ഈ സീൽ അടിക്കാൻ നേരത്തെ അബിയോട് പറഞ്ഞു, അബി നീ പോയി അടിച്ചോ, നീ കൂടുതൽ അടിച്ചോ. അപ്പം അബി പറയുന്നുണ്ട് അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. സായി പറയുന്നത് നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയത്തില്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല, എനിക്ക് പ്രശ്നമൊന്നുമില്ല, നീ പോയി അടിക്ക് എന്ന് പറഞ്ഞിട്ട് സായി വന്നിട്ട് ഒരു 3 സീലെങ്ങാണ്ട് അടിച്ചിട്ട് മാറി നിൽക്കുന്നു. അബി കൂടുതൽ 5 സീൽ അടിക്കുന്നു. സായിക്ക് വേണമെങ്കിൽ കൂടുതൽ അടിക്കാം, സായി അടിക്കുന്നില്ല. സായി മറ്റേ സത്യസായി ബാബയായ ആ ഒരു അവസ്ഥയാണ്. അത് എല്ലാവരും കാണുന്ന എല്ലാവരും വിചാരിക്കും, ജനങ്ങളെല്ലാവരും വിചാരിക്കും ഇവൻ മറ്റേ സീക്രട്ട് ഏജന്റിൽ നിന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയി സായി എന്ന്. മറ്റേ കുറച്ച് ദിവസമായിട്ട് അത് പറയുന്നുണ്ടല്ലോ, സായി കുറച്ചുകൂടെ നല്ലൊരു വ്യക്തിയായി, അവൻ മറ്റേ ബോധോദയം വന്നു. എനിക്ക് പേഴ്സണലി പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, സായിയുടെ ഒരു ഗെയിമാണ് ഈ ഒരു സംഗതി. അത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനത് പറയാനുള്ളൊരു കാരണം, ഇവൻ എന്തിനാണ് ഇങ്ങനെ ഗെയിം കളിക്കുന്നത്, ഇവനെന്തിനാണ് ഈ വിട്ടുകൊടുക്കാൻ നിൽക്കുന്നത്. അപ്പൊ ഈ വിട്ടുകൊടുക്കുന്ന ഒരു സംഗതി കാണുമ്പോഴത്തേക്ക് ജനങ്ങൾ വിചാരിക്കും ഇവൻ നല്ലൊരു വ്യക്തിയായി, ഇവൻ അങ്ങനെ പ്രൈസിന് വേണ്ടിയിട്ടൊന്നും അല്ല എന്നൊക്കെ എല്ലാവരും വിചാരിക്കും. ഈ ഒരു സാധനം സായിക്ക് ജനങ്ങളിലേക്ക് ഇട്ട് കൊടുക്കണം. അത് നിങ്ങൾ മനസ്സിലാക്കണം. സായിയുടെ ഒരു ബ്രില്യൻസ് അവിടെയാണ്. സായിയുടെ ഗെയിമാണത്, അല്ലാതെ വേറൊന്നും കൊണ്ടല്ല. സായിയുടെ ഗെയിം. പിന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഗെയിമിലേക്ക് പോവുകയാണെങ്കിൽ, സായി എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ ഒരു ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്ന 50 ലക്ഷത്തിലല്ല സത്യം പറഞ്ഞാൽ സായിയുടെ ഒരു നോട്ടം ആ ഒരു ഫസ്റ്റ് പ്രൈസ് ആ ഒരു 50 ലക്ഷം അല്ല. ഞാൻ ഉള്ള കാര്യം നല്ല ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കാരണം അതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അറിഞ്ഞത് വെച്ച് എനിക്ക് നല്ല വ്യക്തമായിട്ടുള്ള നല്ല ഉറപ്പുള്ള ഒരു സോഴ്സിൽ നിന്നാണ് ഞാൻ ഡീറ്റെയിൽസ് ഈ ബിഗ് ബോസിലെ കാര്യങ്ങൾ കൂടുതൽ അറിയുന്നത്. ഞാൻ അറിഞ്ഞത് വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാം. നിങ്ങൾക്ക് ബിഗ് ബോസിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവർ വഴി ക്രോസ് ചെക്ക് ചെയ്യാം. ഇല്ലെങ്കിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അറിഞ്ഞൊരു കാര്യം ഞാനിവിടെ പറയുകയാണ്. ഇനി എന്തായാലും ഞാനത് വെച്ചോണ്ടിരിക്കുന്നില്ല. ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ മേടിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണ് സായി. സായി വന്നതിന് ശേഷം ഈ ലാസ്റ്റ് ഒരു 100 ദിവസം നിന്നാൽ സായിക്ക് കിട്ടാൻ പോകുന്ന ഈ പ്രൈസ് എമൗണ്ടിന്റെ പകുതിയോളം സായിക്ക് കിട്ടും ഈ ഒരു ബിഗ് ബോസിൽ നിന്ന്. ഓക്കെ, അപ്പൊ സായിയുടെ നോട്ടം ഈ ഒരു ഫസ്റ്റ് പ്രൈസ് അല്ല. സായിക്ക് അതിന്റെ പകുതി പൈസ ഇതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. ബാക്കി പകുതി സായിക്ക് വേണ്ട. ബാക്കി പകുതിയെക്കാട്ടിലും ബാക്കിയുള്ള പൈസയെക്കാട്ടിലും എന്തുകൊണ്ടും ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. സായി അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? മാർക്കറ്റിംഗ്. സായിയെ തന്നെ സായി മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. സായിക്ക് ഈ ഫുൾ എമൗണ്ട് കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ ഈ പകുതി പൈസ ഇതിനകത്ത് കളിച്ച് കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ സായി എന്ന് പറയുന്ന വ്യക്തിയെ സായി മാർക്കറ്റ് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് സായിക്ക് കിട്ടുന്ന പ്രൈസ് എമൗണ്ടിനെക്കാട്ടിലും ഇരട്ടിയായിരിക്കും പുറത്തുനിന്ന് ബാക്കി ഓരോ പരിപാടികൾ. നമ്മുടെ ഇനാഗുറേഷൻ ആണെങ്കിലും അതാണെങ്കിലും ഇതാണെങ്കിലും എന്നൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ സായിയുടെ യൂട്യൂബിലുള്ള സബ്സ്ക്രൈബേഴ്സ് കയറും. സോ അവൻ കളിക്കുന്നത് ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടാണ്. എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒന്നിരുത്തി സായിയുടെ ഒരു ഗെയിം ഒന്ന് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യം മനസ്സിലാവും. ഇല്ലെങ്കിൽ എന്തിനാണ് ഇന്നലത്തെ ആ ഒരു ഗെയിമിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാക്കാം. ഇങ്ങനെയാണ് ഇത് ജനങ്ങളെ മറ്റേ പൊട്ടന്മാരാക്കുന്ന ഗെയിമല്ലേ അവൻ കളിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ എന്തിനാണ് ഇവൻ തള്ളിക്കറി അങ്ങോട്ട് പോയത്? ഇവന് ഗെയിം കളിക്കണ്ടെങ്കിൽ എന്തിനാണ് അവൻ പോയത്? അവൻ ഇപ്പോഴാണെങ്കിലും നിർത്തി പോകുന്നൂടെ അവന് ഗെയിം കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ? എന്തിനാണ് ഈ ജനങ്ങൾ കുറെ അന്തം പൊട്ടന്മാരുണ്ട്, അന്തം പൊട്ടന്മാര്.
ഇവന്മാർ അവരെയും വിശ്വസിച്ച് മറ്റേ വോട്ട് കുത്തിക്കൊണ്ടിരിക്കുക. എന്തിന് വോട്ട് കുത്തുന്നു? കുറച്ചേ ഉള്ളൂ സായിക്ക് കിട്ടുന്ന. വളരെ നമ്മൾ പല പോളും മറ്റേ നമ്മുടെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സായിക്ക് വളരെ കുറവാണ് വോട്ട് കിട്ടുന്നത്. എന്നാൽ കൂടി ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരാം, മിക്കവാറും സായി ഒരു ടോപ്പ് ഒരു 5ലേക്ക് സായി എത്തിക്കാൻ ബിഗ് ബോസ് മാമൻ നോക്കും. നിർത്തും സായി അവിടെ. അതാണല്ലോ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ 1-2 പേരെ മറ്റേ ബിഗ് ബോസ് മാമൻ അവിടെ വേണം. അതുകൊണ്ട് തന്നെ വോട്ടൊന്നും നോക്കത്തില്ല, അവിടെ നിർത്തും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. അതാണ് സായിയുടെ ഒരു അഹങ്കാരവും. ഓക്കെ, അതുകൊണ്ടാണ് സായി അങ്ങനെ ഇങ്ങനെയൊക്കെ ഗെയിം കളിക്കാമോ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗെയിം കളിക്കാം, ബ്രില്യൻസ് യൂസ് ചെയ്ത് ഓരോരുത്തരുടെ ഗെയിം അവർക്ക് അവിടെ കളിക്കാം. അവിടുത്തെ ആ ഒരു ടാസ്കിൽ അവരുടെ ഒരു ബുദ്ധിപരമായിട്ടുള്ള ഗെയിം കളിക്കാം, ഇങ്ങനെ വിട്ടുകൊടുത്തോ. പക്ഷെ സായിയെ സംബന്ധിച്ച് സായി മനഃപൂർവ്വം അങ്ങ് വിട്ടും കൊടുക്കുകയാണ്. പിന്നെ ഒരു പുച്ഛമാണ് സായിക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയത്തില്ല. ആൾക്കാർ അവനെ നിർത്തും, ഇല്ലെങ്കിൽ ആൾക്കാർ വോട്ട് ചെയ്തില്ലെങ്കിൽ ബിഗ് ബോസ് അവനെ അവിടെ നിർത്തും. ആ ഒരു ഉറപ്പ് അവനുള്ളതുകൊണ്ട് പുറത്താണ് അവൻ ഈ കിടന്ന് കാണിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇങ്ങനെ പൊട്ടന്മാരാവരുത്. ഇങ്ങനെ മറ്റേ ഇവനെ വിശ്വസിച്ചോണ്ടിരിക്കരുത്. ഇവന് വോട്ട് കൊടുക്കാനും പോകരുത്. വോട്ട് കൊടുക്കുന്നത് അവിടെ നല്ല രീതിയിൽ നിന്ന് ഗെയിം കളിക്കുന്നത്, നമ്മളെ എന്റർടൈൻ ചെയ്യിക്കുന്ന ആൾക്കാരായിരിക്കണം. ഇതൊന്നുമില്ല. മറ്റേ അടി ഉണ്ടാക്കാൻ അതാണെങ്കിലും പോട്ടെ, അടിയും കുത്തിത്തിരിപ്പൊക്കെ ഇടയ്ക്ക് അവിടെ എവിടെയൊക്കെ അവൻ പൊട്ടിച്ചു കൊടുക്കുന്നതല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നിനെയും അവനെ കൊണ്ട് കൊള്ളത്തില്ല. അവന്റെ ഞാൻ പറഞ്ഞല്ലോ അവൻ എന്തിനാണ് അവിടെ നിൽക്കുന്നതെന്ന്. പകുതി പൈസ മേടിക്കുക, അവനെ ഒന്ന് മാർക്കറ്റ് ചെയ്ത് എടുക്കുക, ഞാൻ നല്ല മനുഷ്യരായി, എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് കുറെ ഇനാഗുറേഷനോ അതും ഇതും മേടിച്ച് അത്രേ ഉള്ളൂ. അപ്പൊ കാണുന്ന നമ്മളും വോട്ട് കുത്തുന്ന കുറച്ചു പേരും മണ്ടന്മാര്. സോ അങ്ങനെ എല്ലാവരും മണ്ടനാക്കണ്ട എന്നുള്ളൊരു സാധനം എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഈ പേഴ്സണലായിട്ട് ഞാൻ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തിരക്കാം, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ക്രോസ് ചെക്ക് ചെയ്യാം അവിടെ ഏറ്റവും കൂടുതൽ റെമ്യൂണറേഷൻ കിട്ടുന്ന വ്യക്തി ആരാണെന്ന്. അതിന്റെ അഹങ്കാരത്തിലാണോ ഈ കിടന്ന് കാണിക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട് മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടോണ്ടിരിക്കുന്ന അവർ വോട്ട് കൂട്ടുന്നവർ വെറും മണ്ടന്മാരാണ്. പരിപാടി ചെയ്യാതിരിക്കുക, എത്രയും പെട്ടെന്ന് അവൻ വീട്ടിൽ പോയി ഇരിക്കട്ടെ. അവനെ കൊണ്ട് ഗെയിം കളിക്കാൻ വയ്യ. പിന്നെ അവൻ വേറെ കുറെ പ്രശ്നങ്ങൾ, ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ പറഞ്ഞിട്ട് ഇറങ്ങി പോരുക. ഒരു ഫിസിക്കലായിട്ടുള്ള പ്രശ്നങ്ങളും ഇല്ലാത്ത വ്യക്തികളെ വരെ അവിടെ മെന്റലി ഡൗൺ ആക്കി ഇറക്കി വിട്ടൊരു ചരിത്രം ബിഗ് ബോസിനുണ്ടല്ലോ. അപ്പൊ അതൊന്നും ഇവിടെ ആരും പറയണ്ട. പിന്നെ ഈ ഒരു കള്ളത്തരം കണ്ടുകൊണ്ടിരിക്കാൻ എനിക്ക് വലിയ താല്പര്യമില്ല. അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്, എന്തായാലും ഈ ഒരു സീസണിന്റെ റിവ്യൂ ചെയ്യാൻ തുടങ്ങിപ്പോയി. ഇത് ഞാൻ ചെയ്യും. അടുത്ത സീസണിൽ എനിക്ക് ഈ ഒരു പരിപാടിയും പിടിച്ചുകൊണ്ടിരിക്കണമെന്ന് തീരെ താല്പര്യമില്ല. കണ്ടന്റിന് ദാരിദ്ര്യമൊന്നുമില്ല. ഇവിടെ പുറത്ത് കുറെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, അതിനെ നമുക്ക് സംസാരിക്കാം. അല്ലാതെ ഈ ഒരു സാധനം, കാരണം ഇത് നേരെ ചൊവ്വെ നടക്കുന്ന ഒരു പരിപാടിയാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. കള്ളത്തരങ്ങൾ ഒരുപാട് കോൺട്രവേഴ്സീസ് പുറത്ത് നടക്കുന്നുണ്ട്, ഞാൻ അതൊന്നും എടുത്തുകൊണ്ട് വരുന്നില്ല. പക്ഷെ എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ, അതെനിക്ക് പറയാലോ. എനിക്ക് തോന്നുന്നില്ല കള്ളത്തരത്തിന്റെ മേൽ കള്ളത്തരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ബിഗ് ബോസ് എന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു ചെയ്യുന്ന ഒരു വ്യക്തി, ഇന്നലെ സായി അങ്ങനെയൊക്കെ കാണിക്കുന്നത് കണ്ടിട്ട് പോലും ഒരു വാണിംഗ് പോലും ഇല്ല. അപ്പൊ ബിഗ് ബോസ് വിചാരിച്ചു കാണുന്നത് അവന്റെ ഗെയിം. എന്ത് ഗെയിം? ഇതാണോ ഗെയിം? സായി എപ്പോഴും ഇങ്ങനെയാ കാണിക്കാറില്ല മിക്കതിനും. സായിക്ക് അധികം പോയിന്റ് ഒന്നും വേണ്ട ഈ ഒരു ടാസ്ക്, അതായത് ഈ ഇപ്പൊ നടക്കുന്ന ആ ഒരു ടാസ്കിലൊന്നും സായിക്ക് അധികം പോയിന്റ് ഒന്നും വേണ്ട. കാരണം സായി നിൽക്കും, അതറിയാം അവന്. കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങളെ നിങ്ങൾ വെറും മണ്ടന്മാരാണ്, വോട്ട് കുത്താൻ പോകാതിരിക്കുക ഇവനൊക്കെ. എന്തിനാണ്? അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഓക്കെ, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. പ്രത്യേകിച്ച് വലിയ നഷ്ടങ്ങളൊന്നും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. അപ്പം ബൈ.